വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് ബഡ് സ്കൂളിൽ ആയയുടെ നിയമന മുൻഗണനാ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയെ പരിഗണിക്കാതെ മറികടന്ന് മറ്റൊരാളെ നിയമിക്കാൻ ഭരണസമിതി നീക്കം നടത്തിയെന്ന പരാതിയുമായി ഭിന്നശേഷിക്കാരി രംഗത്തെത്തി. വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിന് സമീപത്തെ KP റൈഹാനത്താണ് ഇതു സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. യോഗ്യതയുണ്ടായിട്ടും ആയ നിയമനത്തിന്റെ അഭിമുഖത്തിൽ പങ്കെടുത്ത ഈ ഭിന്നശേഷിക്കാരിയായ യുവതിയെ വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷേപിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്തുവെന്നാണ് ഇവർ ആരോപിച്ചത്. ഇടയിലക്കാട്ടിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ബഡ് സ്കൂളിലേക്കുള്ള ആയ തസ്തികയിലേക്ക് നടന്ന അഭിമുഖത്തിലാണ് തന്റെ ശാരീരിക വൈകല്യം എടുത്തുപറഞ്ഞ് താങ്കൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് റൈഹാനത്ത് ആരോപിച്ചു. അവിടെ ഞാൻ കയറിയിരിക്കാനായിരുന്നു. എനിക്ക് ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാം എൻ്റെ കാരണം എൻ്റെ ജോലി എൻ്റെ കാലത്തെ വിഷമം തന്നെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ കയറിയിരിക്കാറുണ്ട്. എനിക്ക് എന്തായാലും ജോലി വേണം. എനിക്ക് നേരത്തെ തൃക്കരിപ്പൂരിലെ ഉടുമ്പുന്തല ബഡ് സ്കൂളിലും ചെറുവത്തൂർ കാടാങ്കോട്ടെ സ്കൂളിലും 12 വർഷത്തോളമായി ജോലി ചെയ്ത ഇവർ വലിയപറമ്പ് പഞ്ചായത്ത് നേരത്തെ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ 2ാം റാങ്കുകാരിയാണ്. 1ാം റാങ്കുകാരിക്ക് ജോലിയിൽ താൽപര്യമില്ലെന്നിരിക്കെ 2ാം റാങ്കുകാരിയായ തന്നെ നിയമിക്കേണ്ടതിനു പകരം ഇഷ്ടക്കാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും റൈഹാനത്ത് പറഞ്ഞു. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് താൻ നൽകിയ പരാതിയിൽ ഓഗസ്റ്റ് 20-ന് ഹിയറിംഗ് വെച്ചിട്ടുണ്ടെന്നും നിയമനം ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C. ദേവരാജൻ, MT ബുഷ്ര, M. ഹസീന, റൈഹാനത്തിന്റെ ഭർത്താവ് CA മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.